ഒന്ന് സഹായിച്ചിട്ട് ശരിയാക്കണം. ഞങ്ങൾ ആരും കൊടുക്കാനില്ല. 8 വർഷം മുന്നേ ഇത്ര മരുന്നെടുത്തെന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടറിയണം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. KF ഇക്ബാലാണ്. ക്ഷണിക ജീവിതത്തിന്റെ പാരമ്യത്തിൽ നിറമുള്ള ജീവിത സ്പന്ദനങ്ങളുടെ ഓർമ്മകൾ അയവിറക്കി അനേകായിരം വേദനകൾ കൊടുക്കം ശൂന്യമായി തീർന്നിരിക്കുന്ന മനസ്സും ശരീരവുമായി ഒരു ചെറുപ്പക്കാരൻ വിധിവരച്ച വഴിയിലൂടെ ഏകാന്തപഥികനായി സഞ്ചരിക്കുന്ന അത്യന്തം ദയനീയമായ കാഴ്ച ഒരു നാടിനെയാകെ കണ്ണീരണിയിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മുഗു ഉറുമി പാടലടുക്കയിലെ പരേതനായ മുഹമ്മദിൻ്റെ മകൻ KH അസീസ് എന്ന 35 വയസ്സുകാരനാണ് കഴിഞ്ഞ 8 വർഷമായി അപൂർവ രോഗമായ പാർക്കിൻസൺസ് പിടിപെട്ട് രോഗക്കിടക്കയിൽ വിറങ്ങരടിച്ച് നിൽക്കുന്നത്. പ്രവാസ ലോകത്ത് തൻ്റെ ജോലിക്കിടെ തലയിൽ സ്ട്രോക്ക് ബാധിച്ചതിനെ തുടർന്നാണ് പാർക്കിൻസൺസ് അസീസിനെ നിഴൽ പോലെ പിന്തുടർന്നത്. പിന്നീട് നീണ്ട 8 വർഷമായി മരുന്നുകളുടെ സഹായത്തോടെയായി ജീവിതം. രോഗം ശരീരത്തെ തളർത്തിയപ്പോൾ കടുത്ത ഹൃദയവേദനയോടെ പ്രിയപ്പെട്ടവളും ജീവിതത്തിൽ നിന്നും തനിച്ചാക്കിപ്പോയി. ഇന്ന് പ്രായാധിക്യം മൂലം അവശയായ മാതാവും അസീസും മാത്രമാണ് ഈ വീട്ടിൽ. പാർക്കിൻസൺസ് മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ പരസഹായമില്ലാതെ അസീസിന് ഒരു തുള്ളി വെള്ളം പോലും സ്വയം കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. കാലുകളും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും 24 മണിക്കൂറും നിലക്കാതെ വിറച്ച് ശരീരത്തെ തളർത്തുമ്പോൾ അവൻ പതിയെ മയക്കത്തിലേക്ക് പോകും. കഴിഞ്ഞ 8 വർഷമായി ഓരോ മണിക്കൂറിലും ഗുളികകളുടെ പിൻബലത്തിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മണിക്കൂറുകളുടെ ദൈർഘ്യം കുറഞ്ഞ് മിനിറ്റുകളായി മാറുമ്പോൾ 35 വയസ്സുള്ള അസീസിൻ്റെ ഹൃദയം ഏത് നിമിഷവും നിലച്ചേക്കാം. സുന്ദരമായ ഈ ഭൂമിയിൽ ദുരിതപൂർണമായ ജീവിത വ്യഥകളില്ലെന്നും അവരൊരു മടക്കയാത്ര. എന്നാലും അവനാരോടും പരാതിയില്ല. മനസ്സിൽ ആരോടും പറയാൻ പറ്റാത്ത ഒത്തിരി വേദനകൾക്കിടയിലും നെഞ്ചിലെ നീറ്റൽ മാറ്റിവെച്ച് ഇത്തിരി ചിരിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. അസീസ് അങ്ങനെയാണ്. കണ്ണുനീരെന്നെ മറച്ചു വെക്കാൻ പഠിച്ചവൻ, ഒന്നിനോടും പരിഭവമില്ലാത്തവൻ, സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തിയവൻ, ആഗ്രഹങ്ങളെ മണ്ണിട്ട് മൂടിയവൻ, എരിഞ്ഞു തീരാത്ത കനൽക്കട്ട പോലെ ഉജ്ജ്വലമായി ജീവിക്കാൻ പഠിച്ചവൻ, രോഗതീവ്രതയിൽ തൻ്റെ മിഴികളിൽ ഇരുട്ട് പടരുമ്പോൾ മരണത്തെ താലോലിക്കുന്നവൻ. അവൻ എല്ലാറ്റിനും പാകപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അവനെ ഒറ്റപ്പെടുത്താനും തളർത്താനും ഉറുമിയിലെ മുകുവിലെ നന്മയുള്ള മനുഷ്യർ തയ്യാറായിരുന്നില്ല. കുറ്റപ്പെടുത്തി കണ്ണു നിറക്കുന്നതല്ല, ചേർത്തു നിർത്തി കണ്ണു തുടക്കുന്നതാണ് യഥാർത്ഥ കാരുണ്യ പ്രവർത്തനമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന നന്മയുള്ള സ്നേഹസമ്പന്നരായ കൂടപ്പിറപ്പുകൾ രാഷ്ട്രീയ മതജാതി ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അവന് വേണ്ടി ഒരുമിക്കുന്ന നയനാനന്ദകരമായ കാഴ്ച അപൂർവമായേ നമുക്ക് കാണാൻ കഴിയൂ. അസീസിൻ്റെ ചികിത്സയ്ക്ക് 18 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കണം. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ DBS എന്ന സർജറിയിലൂടെ മാത്രമേ ഇനി അവന് പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുമെന്നാണ് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ വിധിയെഴുതിയിരിക്കുന്നത്. തോൽക്കുകയില്ലെന്ന് ഒരുപാട് വാശി പിടിച്ച മനസ്സുകളാണ് പിന്നെയും ഇവിടെ തോറ്റുപോകുന്നതും വഴിയറിയാതെ പകച്ചു നിൽക്കുന്നതും. മൗനത്തിൻ്റെ ഇരുട്ട് തടങ്കലിൽ നിന്നും വിലക്കുകൾ ഏതുമില്ലാതെ ഒരു മോചനം, അതാണ് അസീസിന് ആവശ്യം. സഹായിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. ഷെയർ ചെയ്യാൻ നമ്മളല്ലാതെ മറ്റാരെയാണ് നാം ആശ്രയിക്കേണ്ടത്? സഹായിക്കണേ, ഷെയർ ചെയ്യണേ. നിങ്ങളുടെ സ്വന്തം KF ഇക്ബാൽ, ഉപ്പള.